ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് കൊടുവള്ളി പുത്തൂർ. ചക്കുള്ള പ്ലാവ് ഇതാ 1000 റുപ്യ. വിയറ്റ്നാം പെർല് ഇതാ ഇവിടെ ഫുള്ള് ഇതാക്കുന്നുണ്ട്. സ്റ്റോക്ക് കുറേ വന്നിട്ടുണ്ട്. വേഗം വരുന്നവർക്ക് കായുള്ളത് കിട്ടും. ഫുള്ള് ഇതൊക്കെ ഉണ്ട്. പൂവിട്ട് റംബൂട്ടാൻ വന്നിക്കണ് 1500 റുപ്യ ഉള്ളൂ. ഇതാ കുറച്ചേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇതൊക്കെ പൂട്ടാണ്. ഇതൊക്കെ നിറയെ പൂട്ടുണ്ട്. ഇതൊക്കെ നിറയെ പൂട്ടുണ്ട്. ഇവിടെ ഉണ്ട്. കുറച്ച് സ്റ്റോക്കുള്ളൂ. 1500 റുപ്യ ഉള്ളൂ. വേഗം വന്നാൽ വേഗം കൊണ്ടുപോകാം. അത്രയും കോട്ടൂർക്കാണ് നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. കോട്ടൂർക്കാണ് ഇവിടെ കായുണ്ട്. തൂങ്ങി കിടക്കുന്നു ഇഷ്ടം മാറി. ഇതാ കായ് ഇങ്ങനെ അറിഞ്ഞെടുക്കാണ്. അതുപോലെ അവിടെ പിന്നെ അവിടെ ഇവിടെ കായ ഫുള്ള് ഒക്കെ കായ് നിറച്ചുണ്ടാകുന്നുണ്ട്. കായ് ഫുള്ള് ഓക്കെ. കൊടുവള്ളി വേഗം വന്നാൽ വേഗം കിട്ടും. ചേലന് മാത്രമുണ്ട്. ചേലന് നമ്മുടെ കോഴിക്കോടിൻ്റെ ചേലമാ ഫുള്ള് നല്ല ക്രാഫ്റ്റ് ചെയ്ത ആണ്. അടിപൊളി. എത്ര റേറ്റ്? എത്രയാണ്? 700 റുപ്യ റേറ്റ്. 700. ഓക്കെ. മൾട്ടി ചേലന് നമ്മുടെ നാടൻ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ഒളൂറ്. നമ്മളൊരു പാർട്ണർ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണിത്. മൾട്ടി ചെയ്താണ്. 2 എണ്ണമാണുള്ളത്. മൾട്ടി ചേലനും ഒളൂറും 800 റുപ്യ. നമ്മുടെ നഴ്സറി ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. നല്ല പ്ലാന്റാണ്. നല്ല നാംടോക്കി മാവ് ഇതാ പൂവിട്ടത്. കായുണ്ട്. ഇതൊക്കെ ഫുള്ള് നിറയെ കായുള്ളത്. ഇങ്ങനെയൊക്കെ ഗോൾഡ് 1200 റുപ്യ ഉള്ളതിന്. നല്ല കളവണ്ണുള്ള നല്ല തൈകൾ. ഇതിനങ്ങനെ അങ്ങോട്ട് 3000 ഉണ്ട്. പിന്നെ ഇവിടെ കാലാപ്പാടി കായുള്ളത്. കാലാപ്പാടി മാംഗോ നല്ല കായുണ്ട്. ഇതാ കുളമ്പ് അവിടെ കായുള്ളത്. വലിയ തൈകളാട്ടോ. ഇന്ത്യക്കാർ വലിപ്പമുള്ള തൈകളാണ്. കൊടുവള്ളി പുത്തൂർ ഓക്കെ. അമശ്ശേരി ഗ്രീൻ വില്ലേജ്. പിന്നെ വറാവുണ്ട്. വറാവ് കായുള്ള വറാവൊക്കെ ഇഷ്ടംമാതിരി വറാവുണ്ട്. കായുള്ള 500 റുപ്യ ഉള്ളത് ഇതിനൊക്കെ. കായുള്ളത് നിറയെ കായുള്ളത്. ബനാന ചിക്കു ഫുള്ള് കായുള്ളത്. ഫുള്ള് എന്താ നല്ല വലിപ്പമുള്ളതുണ്ട് ബനാന. പിന്നെതാ കായ് ജംബോ നല്ല വണ്ണുള്ള നല്ല കായുള്ളതാണ്. വലിപ്പമുള്ള കായ് വലുതാണ്. ഇവരൊക്കെ കായുണ്ട്. നിറയുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഓക്കെ. ഫുള്ള് നിറയെ ഉണ്ട്. പൂത്തുണ്ട്. കായുണ്ട്. നല്ല അത്തിതാ കായ് ഉണ്ടായതാ. ഫുള്ള് തൈമലക്കായ് ഭീമലക്കായ് എല്ലാത്തുമ്മലും കായുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് ലിമിറ്റഡ് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. മുതലുള്ളതിന് നല്ല കായുള്ള ഫുള്ള് ഇതാ. പിന്നെ ഇസ്രായേൽ അത്തിതാ 150 ഫുള്ളിതാ. ഇതൊക്കെ ഇസ്രായേൽ എത്തി. ഇതൊക്കെ മറ്റേ 300 റുപ്യേൻ്റെ കായുള്ള ഫുള്ള് പഴുത്തുകൾ നല്ലോണം. ഞാൻ പല എടുത്തുണ്ടായിരിക്കും. എക്സോട്ടിക് പുത്തൂർ നല്ല നാടൻ വീട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. നമ്മൾ പാർട്ണർ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ്. ഒളൂറുണ്ട്, കാട്ടിമൂളുണ്ട്, ചേലമാവുണ്ട്. എല്ലാം ഫുൾ ഇഷ്ടമായി അവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒക്കെ സ്റ്റോക്ക് വന്ന പുതിയ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ബഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. നാടൻ സ്പെഷ്യലായിട്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. 700 റുപ്യ ഉള്ളൂ. ആർക്കും വേഗം വരാം, എടുത്തിട്ട് പോവാം. ഇത് വൈറ്റ് മൽബറി 300 റുപ്യൻ്റെ അവസ്ഥ. ഇത് വൈറ്റ് മൽബറി ഇതാണ്. ഇങ്ങനെ ഉണ്ടാവും. റെഡ് ഇങ്ങനെ ഉണ്ടാവും. റെഡ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇത് കണ്ടോ? ഇത് ദൽഹരി ചാമ്പാണ്. നല്ല മൂത്ത് പഴുത്ത് കിടക്കുന്നതാണ്. നല്ല മധുരമുള്ള ചാമ്പാണ് കേട്ടോ. ഇത് ദൽഹരി ചാമ്പ. ഇതിനുള്ളിൽ സീഡൊന്നുമില്ല. ഉള്ളത് നമുക്ക് കഴിക്കാനുള്ള തന്നെ ഉള്ളൂ. ഒഴിവാക്കാനൊന്നുമില്ല. നല്ല ചാമ്പാണ്. നല്ല മധുരമുള്ള ചാമ്പാണ്. ഇതിൻ്റെ കണ്ട റേറ്റ് വരുന്ന 1200 രൂപയാണ്. ഇതൊക്കെ ആ റേറ്റിൽ വരുന്ന ചാമ്പകളാണ് കേട്ടോ. ഇത്രയും പാൻ്റമ്മ എടുത്തുണ്ട് കേട്ടോ. ഒക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. എല്ലാത്തിലും കായുണ്ട്. അത് നമുക്ക് ദൽഹരി ചാമ്പാൻ തന്നെ 200 രൂപ വരുന്ന തൈകളുണ്ട്.
ഒക്കെ 200 രൂപ വരുന്ന തൈകളാണ്. നമ്മളെ ദൽഹാരി ചാമ്പ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൽ സീഡില്ല കേട്ടോ, ചാമ്പയിലെ സീഡൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയ അഭിപ്രായം പറഞ്ഞു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല മധുരമുണ്ടോ? എങ്ങനെ മധുരമുണ്ടോ? ചാമ്പക്ക് നല്ല മധുരമുണ്ട് കേട്ടോ. കഴിച്ചിട്ട് നല്ലോണം പഴുത്തുണ്ട്. ഞാൻ കഴിക്കും. സീഡില്ല, എന്തായാലും നമുക്കിതൊന്നും സീഡ് കിട്ടിയിട്ടില്ല. നല്ല മധുരമുണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് നോക്കിയതായിരുന്നു. കുട്ടികൾക്ക് എങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ.